ഈ വന്യജീവി ആക്രമണത്തിലെ നഷ്ടപരിഹാരത്തിനായി സർക്കാർ ചെലവാക്കുന്നത് തുച്ഛമായ തുകയാണ്. സബ്ജക്ട് കമ്മിറ്റി 23 കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അനുവദിച്ചത് 1,26,00,000 രൂപ മാത്രമെന്ന് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. 2 കോടി അധികം അനുവദിക്കാൻ തീരുമാനിച്ചെങ്കിലും നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനം. സർക്കാർ വിഹിതം കുറഞ്ഞതോടെ നഷ്ടപരിഹാര വിതരണം പ്രതിസന്ധിയിലാണ്. VS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ഈ വർഷം 10 മാസം ആവുമ്പോഴേക്കും 14 മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഈ മരണങ്ങൾക്കൊക്കെ കൃത്യമായ നഷ്ടപരിഹാരമൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരു മരണം സംഭവിക്കുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരമൊക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ലഭിക്കുന്നുണ്ടോ? അത് എത്രത്തോളം തുകയാണ്? ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളത് ഈ പരിക്ക് പറ്റിയവർക്കടക്കം ലഭിക്കുന്ന നഷ്ടപരിഹാരമൊക്കെ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അത്രത്തോളം നേരിട്ടറിയാത്ത സംഭവങ്ങളാണ്. ഇതിപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? തുച്ഛമായ തുകയാണോ ഈ മനുഷ്യർക്ക് ലഭിക്കുന്നത്? റോഷ്നി, സംസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിൽ ഒരു അമിക്കസ് ക്യൂറി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം മരണപ്പെടുന്നവർക്ക് 24 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലുള്ളത്. പക്ഷേ നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ വിഹിതമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതിൽ സംസ്ഥാന സർക്കാർ ഇക്കൊല്ലം വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാര തുകയാക്കി നീക്കിവെച്ചത് കേവലം 1.25 കോടി രൂപ മാത്രമാണ്. അതിൻ്റെ ഒരു കുറവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സബ്ജക്റ്റ് കമ്മിറ്റി, നിയമസഭയിലെ വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി ചെയർമാനായിട്ടുള്ള സബ്ജക്റ്റ് കമ്മിറ്റി ഇക്കാര്യത്തിൽ നിർദ്ദേശിച്ചത് 23 കോടി രൂപ നീക്കിവെക്കണം എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഈ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇതുവരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി എന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നു 24-25 സാമ്പത്തിക വർഷത്തിൽ കേവലം 1.25 കോടി, 1,26,00,000 രൂപ മാത്രമാണ് ഇതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 23 കോടി രൂപ ആവശ്യപ്പെടുന്നു, 1.25 കോടി രൂപ നീക്കിവെക്കുന്നു. ഈ തുക, ഈ വിഹിതം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം കാര്യക്ഷമമായിട്ടാണ് ഈ രീതിയിലുള്ള നഷ്ടപരിഹാര തുകയുടെ വിതരണം നടക്കുന്നതെന്നുള്ളത്. ഏതായാലും വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് വളരെ തുച്ഛമായ തുകയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുന്നത്. അത് കൊടുക്കുന്നതിൽ തന്നെ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നത് ഈ തുക വളരെ കുറവായതുകൊണ്ടും തുച്ഛമായതുകൊണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. നഷ്ടപരിഹാരം ലഭിക്കേണ്ട തുക തന്നെ അത്രത്തോളം തുച്ഛമാണ്. ഇതുകൊണ്ട് എങ്ങനെയാണ് പിന്നീട് മനുഷ്യർ തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു മരണത്തിൻ്റെയൊക്കെ ഒരു വില, ഒരു മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നത് പിന്നീട് ഒരു ജീവൻ ഒന്നും പകരമാവില്ല. പക്ഷേ പിന്നീട് അവർക്ക് തുടർന്ന് ജീവിക്കാൻ, പ്രത്യേകിച്ച് ആകെ ആശ്രയമായ മനുഷ്യരൊക്കെ മരിക്കുമ്പോൾ ആകെയുള്ള ഒരു ആശ്രയം പിന്നീട് ലഭിക്കുന്ന നഷ്ടപരിഹാരമായിരിക്കും. അത് ഇത്രത്തോളം തുച്ഛമായ തുകയാണെന്ന് പറയുമ്പോഴുള്ള അവസ്ഥ എന്താണ്?